തിരുനെൽവേലിയിൽ തള്ളി ആശുപത്രി മാലിന്യം തിരിച്ചെടുത്ത് തലയൂരി കേരളം. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ 70 അംഗ സംഘമാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. കേരള തമിഴ്നാട് സംയുക്ത ഓപ്പറേഷനാണിപ്പോൾ പുരോഗമിക്കുന്നത്. ரொம்ப சந்தோஷமா இருக்கு. இனிமேலும் இப்படி நான் இது இப்ப எடுத்துட்டு போறதுக்கு எல்லாரும் வந்திருக்காங்க, நிறைய பேர் வந்திருக்காங்க. 15 வண்டி வந்துருக்குன்னு சொல்றாங்க. இது எங்களுக்கு ரொம்ப சந்தோஷம். இனிமே இந்த மாதிரி நீங்க நடக்காம பாத்துக்கிட்டீங்க, எனக்கு ரொம்ப சந்தோஷம். മാലിന്യ നീക്കത്തിന് സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ RCC റദ്ദാക്കും. 24 എക്സ്ക്ലൂസീവ്. ഷഫീദ് റാവുത്തർ തിരുനെൽവേലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഒപ്പം MG പ്രതീഷ് കൂടിയുണ്ട് തത്സമയം. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഈ വാർത്ത 24 പുറത്തു കൊണ്ടുവരുന്നു, അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇത് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് എന്നതിൽ തർക്കമില്ല. നിലവിൽ ഏത് തരത്തിൽ മാലിന്യ നീക്കം പുരോഗമിക്കുന്നു? അനുജ, കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് അയൽ സംസ്ഥാനത്തേക്ക് മാലിന്യം നിക്ഷേപിക്കപ്പെട്ടു. അതിന്റെ കാരണത്താൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട കുറെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആ മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ വാർത്ത നമ്മൾ ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദിവസം ഇവിടെ വന്നപ്പോൾ ഈ ഭാഗം ഇതൊരു ജലാശയമായിരുന്നു. ഇവിടുത്തെ ഈ ഗ്രാമം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കന്നുകാലി വളർത്തലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കന്നുകാലി വളർത്തൽ അവർക്ക് ഏറ്റവും നിർണായകമായിരുന്ന ഒരു സ്ഥലമാണ് ഇത്തരം ജലാശയങ്ങൾ. ആ ജലാശയങ്ങളിൽ അടക്കം വലിയ തോതിൽ മാലിന്യങ്ങൾ നീക്കുന്നു. ഇപ്പോൾ ഷൈജു ചാവശ്ശേരി ആ ക്യാമറ ഒന്ന് പിന്നിലെ തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു ഭാഗത്തേക്ക്, അതായത് ഈ ജലാശയത്തിന് മുഴുവനായി പടർന്നിരുന്ന, കൂമ്പാരമായി തീർന്നിരുന്ന ആ മാലിന്യങ്ങൾ അത് കുറച്ച് സൈഡിലേക്ക് വെച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മുകളിൽ JCB നമുക്ക് കാണാം. ആ ഭാഗത്ത് നിന്നുള്ള ഏതാണ്ട് മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3ഓളം ടിപ്പറുകൾ ഈ ഭാഗത്ത് മാത്രം നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന അപ്ഡേഷൻ. നടുക്കല്ലൂർ, കൊടകനല്ലൂർ ഈ ഗ്രാമങ്ങളിൽ ഏതാണ്ട് 3ഓളം പഞ്ചായത്തുകൾ, കൃത്യമായി പറഞ്ഞാൽ 3 പഞ്ചായത്തുകളിലാണ് 11ഓളം മാലിന്യ കൂമ്പാരങ്ങൾ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ഈ ഗ്രാമവാസികൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയത്. അതിനുശേഷമാണ് ഇത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാവുകയും അതിനുശേഷം ഹരിത ട്രൈബ്യൂണലിന്റെ ശ്രദ്ധയിലേക്കടക്കം ഈ വിഷയം വരികയും ചെയ്തത്. ഹരിത ട്രൈബ്യൂണൽ ഈ വിഷയത്തിൽ കേരളത്തെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പ്രത്യേകിച്ച് കേരളം നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, വളരെ പെട്ടെന്ന് തന്നെ കേരളം ഇത് തീർപ്പാക്കണം, അതായത് നാളത്തേക്കിന് മുൻപ് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിലെ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം ഇപ്പോൾ കേരളം പാലിക്കപ്പെടുകയാണ്. അവസാന നിമിഷം തിടുക്കപ്പെട്ട് പാലിക്കപ്പെടുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ, അത് കേരളത്തിൽ നിന്നുള്ള ലോറികളാണ് ഈ വേസ്റ്റുകൾ അത് കേരളത്തിലേക്ക് തന്നെ മടക്കിയെത്തിക്കും. അനുജായി, വേസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഉപയോഗിച്ച സിറിഞ്ച്, PPE കിറ്റ്, രോഗികളുടെ മെഡിക്കൽ രേഖകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മാത്രമല്ല നമ്മൾ ആദ്യ ദിവസം ഇവിടെ വരുമ്പോൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ രോഗികളുടെ വിവരങ്ങൾ, പ്രത്യേകിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ മാലിന്യങ്ങളിൽ ഉണ്ടായിരുന്നു. RCCയുടെ മുദ്ര പതിപ്പിച്ച കവറുകൾ, അത് RCC ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിഷേധിച്ചെങ്കിലും അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യാനെത്തിയ നിരവധി ആളുകളുണ്ട്. ഏതാണ്ട് 70ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ ഒരു സംഘമാണ് ഈ രീതിയിൽ. എത്ര കാലമായി ഇവർ ഈ പ്രക്രിയ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു കൂമ്പാരം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതുമൂലം ആ പ്രദേശവാസികൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണ്? 4 ലോഡുകളും ഉണ്ട്. ഇപ്പൊ ഒരു വണ്ടി കയറ്റി കഴിഞ്ഞ് 3 വണ്ടി കൂടി ഉണ്ട്. നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ കയറ്റി കഴിയാൻ സാധ്യതയുണ്ട്. തീരും. ഇന്നത്തോടെ തീരുമോ? ഇന്നത്തോടെ തീരും. നമ്മളിപ്പോ എത്ര ലോഡ് ഇപ്പൊ കയറ്റി വിട്ടു ഈ പ്രദേശത്ത് മാത്രം? ഈ പ്രദേശത്ത് ഇപ്പൊ 1 ലോഡ് കയറ്റി ഇപ്പൊ 2ാമത്തെ ലോഡ് കയറ്റാൻ പോണ്. അങ്ങനെ നമ്മളെല്ലാം ഇന്ന് തന്നെ കയറ്റി കഴിയും. എത്ര ലോറികളുണ്ട് നമ്മൾ മൊത്തം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ? 16ഓളം ഉണ്ടല്ലേ? 16ഓളം ലോറിയുണ്ട്. നമ്മളിത് കേരളത്തിലേക്ക് തന്നെ ഓരോ ലോഡായിട്ട് മടങ്ങുകയാണല്ലോ. ആ കേരളത്തിലേക്ക് പോയിട്ട് ഇതിൽ മെഡിക്കൽ വേസ്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സംസ്കരിക്കും. ബാക്കി ക്ലീൻ കേരളയുടെ ഗോഡൌണുകളുണ്ട്. അവിടെ RRF ഇത് സെഗ്രിഗേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു വലിയ കഠിനമായ പണിയായി പോയല്ലേ ഇത്? കാരണം അത്രയും ദൂരം യാത്ര ചെയ്ത് രാവിലെയൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ടായി. അതന്നെ. എന്നാലും ഇപ്പോൾ നമ്മുടെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർ ഓഫീസിൽ ഒരാളാണ്. അപ്പോൾ അവരാണ് പറഞ്ഞത് 16ഓളം ഇതുണ്ടായിരുന്നു. അതായത് 16ഓളം ഈ ലോറികളിൽ ഇപ്പോൾ തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ്. അനുജ ഒരു പടി കൂടി കിടന്ന് അനുജ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനുജ ചോദിച്ചു, ഇപ്പോഴും ഈ കന്നുകാലികൾ, അതായത് ഈ പരിസരത്തുള്ള കന്നുകാലികൾ ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഷൈജു ചാവശ്ശേരി നമ്മൾ തത്സമയം ഉറപ്പാക്കും. കാരണം
ഇവിടെ നിന്ന് ആ കന്നുകാലികൾ മാറിയിട്ടില്ല എന്നുവെച്ചാൽ കാരണം ഇത് നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് എന്നതിനപ്പുറത്തേക്ക് ഇവിടെ 100 കണക്കിന് പശുക്കളും ആടുമാടുകളും സർക്കാർ തന്നെ ഒരുക്കിയ പുൽമേടുകളിൽ മേയാൻ വരുന്ന കാഴ്ചകൾ കാണാം. അങ്ങനെയുള്ള ആടുമാടുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് അനുജ ഈ സംഭവം ഇത്രയധികം വൈറലാകാൻ, ഇത്രയധികം ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ പച്ചക്കറി തരുന്നില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് മാലിന്യം കടത്തിവിടുന്നു? അപ്പോൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാവ് മുരളീധരനാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യം ചോദിക്കും. ഇതിപ്പോൾ ഏതാണ്ട് എല്ലാം കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. ഇവിടുത്തെ ഒരു ആടുമാടുകളുടെ ഒരു അവസ്ഥ എന്താണ്? ஆடு இது மாடுகளுக்கு பிரச்சனையா தான் இருக்கு. இதனால ஆடு மாடுகளுக்கு வந்து செரிமான கோளாறு வர்றதுனால உடம்புல வந்து கட்டிகள், இதை சாப்பிட்டதுனால உடம்புல புண்ணு, அதெல்லாம் வந்து கொப்பளங்கள் வந்திருக்குன்னு சுத்த வட்டார கிராமவாசிகள் சொல்லதான் செஞ்சிருக்காங்க. மாடு பாதிக்கப்பட்டவங்களும் இப்ப நேரடியாக வந்து இப்ப எங்கிட்ட வந்து சொல்லதான் செஞ்சாங்க. இறந்து போவதற்கு சாധ്യത இருக்கா? கண்டிப்பா, அதாவது கண்டிப்பா இதை சாப்பிட்ட ஆடு மாடுகள் ஜீரண கோளாறுனால வந்து இறந்து போகும். இது வந்து ஜீரணிக்காது. இது வந்து சாண வழியா வெளியே வராதனால, வயிற்றுக்குள்ளே தங்கி இருக்கனால இது வயிற்று வலி, மாடு வந்து கழிச்சல்னு சொல்லுவாங்க. அந்த நோய் மூலமா வந்து மாடு கண்டிப்பா இறக்க 100% വായ്പ இருக்கு. ഇതാണ് ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ വിഷമം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പുൽത്തകിടികൾക്ക് മുകളിലൊക്കെ നിറയെ പശുക്കളുണ്ട്. അവയൊക്കെ ഈ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്തേക്ക് ആ ഭാഗത്ത് നിന്ന് ഷൈജു ഒന്നുകൂടി ഒന്ന് ക്യാമറ കൃത്യമായി പറഞ്ഞാൽ അനുജാത ഈ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോഴും പശുക്കൾ എത്തുന്നുണ്ട്. കാരണം അവരുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. അവർ കുടിക്കുന്ന അല്ലെങ്കിൽ അവരിപ്പോൾ ഈ കഴിക്കുന്ന വേസ്റ്റ് ആണ്, മെഡിക്കൽ വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നിടത്തേക്ക് തിരിച്ചാൽ എത്രമാത്രം വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റിന്റെ ഒരു തീവ്രത, ഒരു കറുത്ത നിറത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ശുദ്ധമായിരുന്ന വെള്ളം കറുത്ത നിറത്തിലേക്ക് മാറിയത് ഇവിടെ കാണാം. ഇതിൽ ഒരു പശു പ്ലാസ്റ്റിക് തിന്ന് അത് ചത്തുപോകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കാരണം 35 ലിറ്ററും 40 ലിറ്ററും പാലാണ് ഇവിടുത്തെ ഒരു ശരാശരി കുടുംബത്തിന്റെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പശു ചത്തുപോയാൽ അവർക്ക് അത് വലിയ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല, വളരെ സാധാരണക്കാരായ മനുഷ്യരെ ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചത് ആര് എന്നതിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുന്നത് വലിയ കാര്യമായിട്ടാണ്. കാരണം ആദ്യ ദിവസം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഉച്ചയോടെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയ ഗ്രാമവാസികളാണ്. അവര് ലിറ്ററേറ്റഡ് അല്ല, എങ്കിൽ കൂടി അവർക്ക് മനുഷ്യത്വമുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് ഈ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയത് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. മാത്രവുമല്ല, അവർ കേരളത്തെ കാണുന്നത്, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ കേരളത്തെ കാണുന്നത് വളരെ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സർക്കാർ സംവിധാനമുള്ള, ബ്യൂറോക്രസി സംവിധാനമുള്ള. ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആളുകൾ ഈ പശുവിനെ ഇങ്ങനെ ഓടിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം ഈ മാലിന്യമുള്ള സ്ഥലത്തേക്ക് ഈ പശുക്കൾ വന്നത് കഴിക്കരുത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ പുറകെ നടന്ന് ഈ പശുക്കളെ ഓടിച്ച് ഈ മാലിന്യങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ ഓടിച്ച് താഴേക്കൊക്കെ വിടുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലൈവായി കാണാം. കാരണം ഇതാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അവരുടെ ഒരു കണക്ക് പ്രകാരം നിരവധി പശുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ചത്തുപോകുന്ന ഈ അവരുടെ ഈ ജലാശയത്തിൽ ഉണ്ടായിരുന്ന വേസ്റ്റ്. അതാണ് ഏത് തരത്തിലേക്കാണ് സനേജ് ഇക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു മേഖലയിലുള്ള മനുഷ്യർക്ക് ഒപ്പം തന്നെ മൃഗങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നതിന്റെ തത്സമയ കാഴ്ചകളാണ് 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാലിന്യ നീക്കത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥ സംഘം, വലിയൊരു സംഘം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാലിന്യം പൂർണ്ണമായി അവിടെ നിന്ന് നീക്കം ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുമെന്നതാണ്.